ഞായറാഴ്ചയായിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ദേവന്മാർ വരുന്നത് തട്ടുപാറ പോയാലെന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് പറഞ്ഞ് ഞാനും അപ്പം അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നേരെ വണ്ടിയെടുത്ത് വണ്ടിയിൽ പിന്നെ ഇഷ്ടംപോലെ പെട്രോൾ ഉള്ളതുകൊണ്ട് ആദ്യത്തെ മുമ്പിൽ തന്നെ കയറി അടിക്കേണ്ട വന്നു. പിന്നെ പെട്രോൾ അടിച്ച് യാത്ര അങ്ങ് തുടങ്ങി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. 5:30 മുമ്പെങ്കിലും ഇവിടെ എത്തണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. കാരണം സൺസെറ്റ് ആണല്ലോ നമുക്ക് കാണേണ്ടത്, രാത്രി എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ഈ ചെറിയ യാത്ര തുടങ്ങുന്നത് ആലുവയിൽ നിന്നാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്ന 2 വണ്ടി, ഒരു വണ്ടി ജാവയും പിന്നെ ഒരു വണ്ടി എൻ്റെ എക്സ്പ്രസ്സും ആണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യേണ്ടതാണ്. എന്താണെന്നോ ഇത്തവണ മഴ പെയ്തില്ല. എന്തായാലും ആവട്ടെ, ഇതിപ്പോൾ വണ്ടി ഓടിച്ച് അങ്ങനെ അങ്കമാലി എത്തിയിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് പോകണം അവിടെ പോകാനായിട്ട്. ഞായറാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇതേപോലെ പോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് സെറ്റ് ആവില്ല ഞങ്ങൾക്കത്. അങ്ങനെ അങ്കമാലി കഴിഞ്ഞ് അങ്കമാലിയിൽ നിന്ന് തട്ടുപാറയ്ക്ക് വെറും 13 കിലോമീറ്റർ റൂട്ടാണ്. അത് ഏകദേശം ഒരു അരമണിക്കൂറാണ്, മാക്സിമം ഒരു അരമണിക്കൂർ മതി. അതിന് മുമ്പ് നമുക്ക് അവിടെ എത്താം. അപ്പം നിങ്ങളിവിടെ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്ക്. അങ്ങനെ സ്ഥലം എത്താറായപ്പോഴേക്കും പിന്നെ അവിടെ എന്തായാലും കട ഉണ്ടാവില്ലെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ കടയിലങ്ങ് ചവിട്ടി. പിന്നെ കട കണ്ടാലറിയാലോ എല്ലാവർക്കും ഓരോ സാധനം വേണം. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞത് യാത്ര ഇവിടെ നിന്ന് തുടങ്ങി. പിന്നെ തട്ടുപാറ എത്താറാകുമ്പോഴുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതൊക്കെ കണ്ട് നമുക്ക് തന്നെ വണ്ടി ഓടിച്ചങ്ങ് പോവാം. ഞങ്ങളങ്ങനെ അവസാനം തട്ടുപാറ എന്ന് പറഞ്ഞ് ബോർഡ് കണ്ട് അപ്പം മനസ്സിലായി ഇനി ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലയെന്ന്. പിന്നെ വണ്ടി ഓടിച്ച് വന്നപ്പോഴാണ് ഈ ഓഫ് റോഡ് വഴി കാണുന്നത്. പിന്നെ എന്താന്ന് പറഞ്ഞ് നേരെ 2 വണ്ടികളായിട്ട് അങ്ങനെ ഓഫ് റോഡ് അങ്ങ് തുടങ്ങിയത്. പിന്നെ ഞാനാണെങ്കിൽ ഒന്നും നോക്കില്ല, നേരെ വണ്ടി ഓടിച്ച് ഓഫ് റോഡ് എല്ലാം കയറി അപ്പുറം എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ ഓഫ് റോഡ് ഒന്നും കയറണ്ടായിരുന്നു, വഴി തെറ്റിപ്പോയിരുന്നു. പിന്നെ അതൊക്കെ തിരിച്ച് ഓടിച്ച് ഒരു കണക്കിന് മെയിൻ റോഡിൻ്റെ അവിടെ വന്ന്. നിങ്ങളപ്പോൾ ഈ ഓഫ് റോഡൊന്നും കണ്ടു മേടിക്കേണ്ട. തട്ടുപാറയ്ക്ക് വന്നെങ്കിൽ ഒരു ഓഫ് റോഡും ഇല്ലട്ടാ, നല്ല അടിപൊളി വഴിയാണ്, കാറ് വരെ വരും. ഞങ്ങളവിടെ എത്തിപ്പെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കറക്റ്റ് ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുള്ള് അവിടെ നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളുടെ അവിടെ അങ്ങ് ഇരുന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാനുള്ളത് ഇവിടുത്തെ ഈ വ്യൂ ആണ്. ഈ വ്യൂ ഒക്കെ കണ്ട് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ വീട്ടിലോട്ടൊന്നും അധികം നടക്കാനൊന്നുമില്ല കേട്ടോ. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, തൊട്ടടുത്ത് തന്നെയാണ്. ആ വണ്ടികൾ വെച്ചില്ല, അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലമൊക്കെ. തട്ടുപാറയിലെ ഈ വ്യൂ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇവിടുത്തെ ഈ സെൻറ് തോമസ് ചർച്ച് തന്നെയാണ് കേട്ടോ. ഇവിടെ ഈ പള്ളി ഉള്ളതുകൊണ്ടാണോന്നും അറിയില്ല, ഇവിടെ വന്ന് നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഞങ്ങളിതേ വന്ന് പിന്നെ ഇവിടെ അങ്ങ് ഒറ്റൊരു ഇരുന്നല്ല കുറച്ച് കഴിയുമ്പോൾ കിടന്ന്. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലെ സ്പോട്ട് തന്നെയാണ്ടത്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ച് സൺസെറ്റൊക്കെ കണ്ട് വെറുതെ കിഡിലനായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും പൊളിച്ച്. അങ്ങനെ ഫുള്ള് സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഇരുട്ടായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. 7:30 വരെ അവിടെ ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലേറ്റ് അങ്ങ് ഓഫ് ചെയ്തത്. നിനക്കൊക്കെ ഇറങ്ങി പോയിക്കൂടാ എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത യാത്ര തുടങ്ങി നേരെ വീട്ടിലോട്ടേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.